നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ പൂജ എല്ലാ ദിവസവും രാവിലെ 4 മണി മുതൽ 6 മണി വരെ നടക്കുന്നതാണ്. ആ പൂജയിൽ നമ്മൾ ശ്രോതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ആ പ്രാർത്ഥനയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും നിങ്ങളെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. വേദജ്യോതിഷപ്രകാരം 500 വർഷങ്ങൾക്ക് ശേഷം 7 നവപഞ്ചമ രാജയോഗങ്ങൾ രൂപപ്പെട്ടിരിക്കുകയാണ്. ഇതുമൂലം 9 നക്ഷത്രക്കാർക്ക് വളരെയധികം ഭാഗ്യമാണ് വന്നിരിക്കുന്നത്. സദാ രാശിയും നക്ഷത്രവും സ്ഥിതിയും എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. തൽഫലമായിട്ട് ഗ്രഹസംയോഗങ്ങളും രാജയോഗങ്ങളും മറ്റ് ശുഭയോഗങ്ങളും സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. പക്ഷേ വളരെ അപൂർവമായിട്ട് മാത്രം നടക്കുന്ന ചില സംയോഗങ്ങളുണ്ട്. വർഷങ്ങളും നൂറ്റാണ്ടുകളുമൊക്കെ കൂടുമ്പോൾ മാത്രം നടക്കുന്ന സംയോഗങ്ങളാണ് അവ. അങ്ങനെ ഒരു അത്യപൂർവമായിട്ടുള്ള രാജയോഗം സംഭവിക്കുകയാണ്. കൃത്യമായി പറഞ്ഞാൽ 559 വർഷങ്ങൾക്ക് ശേഷം 7 നവപഞ്ചമ രാജയോഗങ്ങൾ രൂപപ്പെടുകയാണ്. അതായത് വ്യാഴവും കേതുവും, ശനിയും ചൊവ്വയും, ശുക്രനും ചൊവ്വയും, ബുധനും വ്യാഴവും, ചന്ദ്രനും രാഹുവും എന്നീ ഗ്രഹങ്ങൾ 5ഉം 9ഉം ദൃഷ്ടികളിൽ നിന്നുകൊണ്ട് 7 നവപഞ്ചമ രാജയോഗങ്ങൾ ഒന്നിച്ച് സൃഷ്ടിക്കപ്പെടുന്ന പ്രതിഭാസമാണ് ഉടലെടുക്കാൻ പോകുന്നത്. ഇതിന്റെ പ്രതിഫലനം ലോകമെമ്പാടും ഉണ്ടായിരിക്കുന്നതാണ്. ഓരോ ജീവനിലും മാറ്റങ്ങൾ സാധ്യമാകുന്നതാണ്. ഇതുകൊണ്ട് ഈ 7 നവപഞ്ചമ രാജയോഗങ്ങളുടെ സത്ഫലങ്ങള് ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ കഴിയുന്നത് 9 നക്ഷത്രക്കാർക്കാണ്. ആ നക്ഷത്രക്കാര് ആരൊക്കെയാണെന്നും അവർക്ക് ഉണ്ടാകുന്ന വ്യത്യസ്തമായിട്ടുള്ള ഭാഗ്യ അനുഭവങ്ങള് എന്തൊക്കെയാണെന്നും നമ്മൾക്ക് പരിശോധിക്കാം. ആദ്യമായിട്ട് അവിട്ടം അവസാന അരഭാഗവും ചതയവും പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗവും അടങ്ങുന്ന കുംഭം രാശിക്കാർക്കാണ് ഈ അത്യപൂർവമായിട്ടുള്ള ഭാഗ്യം വന്ന് എത്തിയിരിക്കുന്നത്. കുംഭം രാശിയിൽ ജനിച്ചവർക്ക് 7 നവപഞ്ചമ രാജയോഗങ്ങളും നേട്ടമായിരിക്കും. ഈ കാലയളവില് കർമ്മരംഗത്ത് ആയാലും ബിസിനസ്സിലായാലും അസാധാരണമായിട്ടുള്ള വളർച്ച കാണും. അടിക്കടി സാമ്പത്തിക ലാഭവും ധനനേട്ടങ്ങളും എല്ലാം ഉണ്ടാവും. സ്വദേശത്തും വിദേശത്തും യാത്രകൾ പോകുവാനുള്ള ഭാഗ്യമൊക്കെ കൈവരും. ആത്മവിശ്വാസത്തിലൊക്കെ വലിയ വർധനവുണ്ടാവും. ചെയ്യാൻ മടിച്ചിരുന്ന കാര്യങ്ങൾ പറ്റില്ല എന്ന് കരുതിയ കാര്യങ്ങളൊക്കെ ധൈര്യപൂർവ്വം ചെയ്യുകയും അതിൽ വിജയിക്കുകയും ചെയ്യും. എല്ലാ കാര്യങ്ങൾക്കും കുംഭം രാശിക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. വരുമാനത്തിൽ വലിയ വളർച്ചയുണ്ട്. വാഹനവും വീടും മറ്റ് സാധന സാമഗ്രികളും എല്ലാം വാങ്ങാനുള്ള അനുയോജ്യമായിട്ടുള്ള ഒരു കാലയളവാണിത്. പല ആഗ്രഹങ്ങളും പൂർത്തീകരിക്കും. കൂടാതെ സാമ്പത്തിക മെച്ചത്തിലൂടെ പണം സമ്പാദിക്കുകയും അത് ഭാവിയിലേക്ക് സുരക്ഷിതമാക്കപ്പെടുകയും ചെയ്യും. അടുത്തതായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് അശ്വതി, ഭരണി, കാർത്തിക കാൽഭാഗമടങ്ങുന്ന മേടം രാശിക്കാർക്കാണ്. 7 നവപഞ്ചമ രാജയോഗങ്ങളില് മേടം രാശിക്കാർക്ക് നല്ല കാലത്തിന് തുടക്കമാകുകയാണ്. ഇക്കാലയളവിൽ ഇവരുടെ സാഹസികതയും ധൈര്യവും തന്റേടവും എല്ലാം വർദ്ധിക്കുന്നതാണ്. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും വാതിലുകൾ നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടുന്നതായിരിക്കും. നിങ്ങളുടെ ആരോഗ്യമൊക്കെ വളരെയധികം തൃപ്തികരമായിരിക്കും. മുൻപ് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നേരിട്ടിരുന്നവർക്ക് അവയെല്ലാം മാറുന്നതാണ്. സമൂഹത്തിൽ ഇവർക്കുള്ള നിലയും വിലയും എല്ലാം വർദ്ധിക്കുന്നതാണ്. ജനപ്രിയരായിട്ട് നിങ്ങൾ മാറുന്നതാണ്. കർമ്മരംഗത്ത് ഉന്നത പദവി അടക്കമുള്ള നേട്ടങ്ങൾ ഉണ്ടാവുന്നതാണ്. ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരോടും ഉന്നത അധികാരികളോടും സ്നേഹബന്ധം പുലർത്തുന്നതാണ്. ഇവരുമായിട്ടൊക്കെയുള്ള സഹകരണം നിങ്ങൾ വർദ്ധിപ്പിക്കുന്നതാണ്. ഇതുവരെ തൊഴിലില്ലാതിരുന്നവർക്ക് തൊഴിൽ ലഭിക്കുന്നതാണ്. അത് ചെറിയ തൊഴിലല്ല, മികച്ച അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. ബിസിനസ്സുകാർക്ക് വലിയ വലിയ കരാറുകൾ നേടുവാൻ സാധിക്കുന്നതാണ്. അടുത്തതായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് ഉത്രാടം അവസാന മുക്കാൽ ഭാഗവും തിരുവോണം അവിട്ടം ആദ്യ അരഭാഗവും അടങ്ങുന്ന മകരം രാശിക്കാർക്കാണ്. മകരം രാശിക്കാർക്ക് 7 നവപഞ്ചമ രാജയോഗങ്ങള് വളരെയധികം നേട്ടം നൽകുന്നതാണ്. ഇക്കാലയളവിൽ ഇവർക്ക് ധനനേട്ടങ്ങൾ ഒരുപാടുണ്ടാവുന്നതാണ്. നിക്ഷേപങ്ങളിലൂടെയുള്ള ലാഭം കൈവരുന്നതാണ്. നിക്ഷേപങ്ങൾ നടത്തുവാനും വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. പുതിയ ബിസിനസ് ആശയങ്ങളോ മറ്റാശയങ്ങളോ ഒക്കെ നടത്തിയെടുക്കാൻ അനുകൂലമായിട്ടുള്ള
സമയമാണ്. കർമ്മരംഗത്ത് മികച്ച ഇടപെടലുകൾ നടത്താനും ഈ സമയം അനുകൂലമാക്കി എടുക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. വിവാഹിതരായിട്ടുള്ള ആളുകൾക്ക് ദാമ്പത്യത്തിൽ സന്തോഷവും ഐക്യവും എല്ലാം വർദ്ധിക്കുന്നതാണ്. വിവാഹം നോക്കുന്നവർക്ക് വിവാഹം എത്രയും പെട്ടെന്ന് തീരുമാനമാവുന്നതാണ്. സമ്പത്താർജിക്കുവാനുള്ള നിരവധി അവസരങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു വരുന്നത്. വാഹനങ്ങൾ ഒക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുന്നതാണ്. ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകൾക്ക് സമയം വളരെ അനുകൂലമാണ്. വിദേശ രാജ്യങ്ങളിലൊക്കെ സ്ഥിരതാമസമാക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താലും അത് വളരെ ശുഭ പര്യവസാനമായിട്ട് സംഭവിക്കും എന്നുള്ളതാണ്. മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നെത്തുവാൻ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുക. താൻ പാതി ദൈവം പാതി എന്ന മഹാതത്വം മനസ്സിൽ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. കൂടാതെ വേണ്ടപ്പെട്ട കൈകളിലേക്ക് അന്നദാനം എത്തിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.